ഈ തന്തപ്പടിക്ക് എന്തിന്റെ സൂക്കേടാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. വല്ലാണ്ട് കൊരക്കാൻ നിന്ന ഇളയപ്പഴാണെന്ന് ഞാൻ നോക്കില്ല. നല്ല ഏമണ്ടം പണിയാൻ വെച്ചു കൊടുക്കും. പിണ്ടി പെരുന്നാളിന് ആമിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു പൂച്ച മൂപ്പരുടെ മുഖത്ത് നമ്മളെ കാണുമ്പോ എന്തുട്ടുണ്ടായില്ലോനപ്പാ പിശാശ്. ഇനിയിപ്പോ എന്തിട്ടാ ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് വേണം അടുപ്പത്ത് വെള്ളം വെക്കാൻ. എന്തൊരു ഉഷ്ണ. ആ പീടിയും തറവാടും നമ്മടെ പേരിൽ എഴുതി വെച്ച അന്ന് തുടങ്ങിയത് ഇളയപ്പന്റെ ക്രിമിയടി. നമ്മടെ അപ്പന്റെ പിടിപ്പീട് അല്ലാതെ എന്തൊരു തേങ്ങിയ. റോസ്ലിയേ, ഇടി റോസ്ലിയേ, കിടന്ന് കാറണ്ട. അവളാ കൂടെ പഠിച്ച ജാൻസിയുടെ വീട് വരെ പോയേക്കടാ. ഇപ്പൊ വരും. നടുവിന് എന്താ കഴപ്പ്. ഈ ഓട്ടവും കടയിലെ തിരക്കും അല്ലേ, പിന്നെ എങ്ങനെയാ? ആ ഇരുമ്പമ്പുള്ളിയുടെ അച്ചാറിലെ ഏശം കെടുത്ത നമ്മടെ ചാണകപ്പറയിലെ ജോണേട്ടൻ പീഡിയ മുറി കൊടുക്കണ്ടെന്ന് ചോദിച്ചു വന്നിരുന്നു. ആ തൂങ്ങി ചത്ത സേവിയുടെ മോനാ? നല്ല കാര്യായിട്ടുണ്ട്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? കൊടുക്കണില്ലെന്ന് പറഞ്ഞു. നന്നായി. ഊതിയിട്ട് കുടിക്കാൻ പോലും ഇല്ലാണ്ടിരുന്നവരാ. ഇപ്പൊ നല്ല നിലയിലാ. നമ്മുടെ അപ്പാപ്പനാ അവന്റെ അപ്പന ആദ്യമായിട്ട് ഒരു വാച്ച് കെട്ടാൻ കൊടുത്തേ. പിന്നെ ചോറിന് കഴിഞ്ഞിട്ടേ ആ അഴയൊന്ന് കെട്ടിക്കൊള്ളട്ടാ. എത്തിയ ജാൻസിയുടെ വീട്ടിന്നാ നല്ല ബെസ്റ്റ് കൈതച്ചക്ക. എവിടെ മുഴുവൻ വേഷായിരിക്കും. ജാൻസിക്ക് എന്തുണ്ട് വിശേഷം? വിശേഷായിട്ടിരിക്കുക. അതെയാ? എത്രാമത്തെയപ്പാ? മൂന്നാമത്തെ. എന്തേ? കായുപ്പേരി വന്നിട്ടില്ല, ലേശം കൂടി വേവായിരുന്നു. എന്തടാ പട്ടിക ചക്കകളിൽ കിടക്കണേ? നല്ല പ്രാക്ടീസ് ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്ട ഇതൊക്കെ. ഇതും വെച്ചൊക്കെ നീയൊക്കെ ഡിസ്ട്രിക്റ്റിൽ ഓടാൻ പോയണ്ടല്ലോ. എന്റെ മക്കള് ശ്വാസം മുട്ടി ചാവും. അച്ചോടാ ഡാ, ഞാനൊക്കെ സ്റ്റേറ്റ് ലെവലിൽ ഓടാൻ പോയപ്പോഴുണ്ടല്ലോ 100 മീറ്റേഴ്സിന് ഞങ്ങൾ 6 പേരായിരുന്നു. ഫൈനൽ വിസിൽ അങ്ങോട്ട് കേട്ടതും ബുള്ളറ്റ് പോണൊരു പോക്കായിരുന്നു. നല്ല ഉഗ്ര സ്റ്റാർട്ട്. ഞാനായിരുന്നു ലീഡ്. പെട്ടെന്ന് എന്റെ തൊട്ട് സൈഡിൽ റോക്കറ്റ് പോണൊരു സാധനം ചീപ്പാഞ്ഞ് പോയടാ. എന്റെ ദൈവമേ, കണ്ണിപ്പോലും കിട്ടിയില്ല. ഞാൻ സെക്കൻഡ് ആയടാ. പിന്നെ അറിയണേ ഫസ്റ്റ് അടിച്ച സാധനത്തിന്റെ പേര് പീറ്റേഷൻ. 4 കൊല്ലം മുമ്പ് നമ്മുടെ ഉപജില്ലാ കലോത്സവ ഉദ്ഘാടനം ഞാൻ ഈ പീറ്റൂഷായിരുന്നു എത്തിയത്. എന്നെ കണ്ടതും പുള്ളിക്കാരി സിസിലിയായി ഒറ്റ വിളിയായിരുന്നു. അതേറെ ഉണ്ടായതാ. ഇത് പദ്യം ചോരണ പോലെ അല്ലല്ലോ മാഷെ, കുറച്ച് അധ്വാനുള്ള കാര്യാണേ. എന്താണ്ടാ? ഞാൻ ചേച്ചീനെ കാണാൻ വന്നു. എന്തുട്ടിന്? പീഡിയയിലെ ഫാന് കേടായിപ്പോയി. പുതിയ ഫാന് വാങ്ങാൻ 1000 രൂപ തരാൻ ലോനപ്പെട്ടൻ പറഞ്ഞു. 1000? 500 ആയാലും മതി. അല്ല, കാലത്തൊട്ടും മോന്തിയാണ് അവരെ കണ്ണിൽ പുട്ടുട്ടിയും വെച്ചിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലേ. എന്തിനാ കടയിൽ നിർന്നിട്ടിരിക്കണേ? പൂട്ടാൻ പറടാ. സിസിലേഷ് അത് പറയരുത്. ലോനപ്പെട്ട എല്ലാ മാസം കൃത്യമായിട്ട് ശമ്പളം തരില്ലേ? എല്ലാ ഞായറാഴ്ച 1.5 കിലോ ഇറച്ചിയും വാങ്ങണ്ടേ? പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്. വീട്ടിലെ കുഴപ്പമില്ലാതെ നോക്കണ്ടല്ലോ. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട് അല്ലടാ. ഈനാമ്പേച്ചി ലോനപ്പെട്ട കൊടുത്തേക്ക് എനിക്ക് മരപ്പെട്ടി മതി. നീ ഇവിടെ നിൽക്ക്, ഞാൻ എടുത്തുണ്ടോ ഇപ്പൊ. എന്താ ഒരു 500 രൂപയുടെ ഡിമാൻഡ്? ഫാൻ ഏതെങ്കിലും ലോക്കൽ കമ്പനീൻ്റെ വാങ്ങാം. നുള്ളി പറക്കി കുറി വെക്കാൻ വെച്ചിരുന്ന കാശാ. 10-ാം തീയതി ആകുമ്പോഴത്തേക്കിന്റെ കാശ് കൈ കെട്ടില്ല. എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. മരത്താക്കര ജോയി പോയി. കുഞ്ഞിപ്പാലു കുടി. ഇതിപ്പോ പകുതിയിലധികം ആളുകള് 60 തയ്ക്കണല്ലോട്ടാ. അപ്പോഴേക്കും പാടാവുക. ഇയാളെനിക്കറിയാന്നേ, അരിപ്പീടിയക്കാരനാ. കുഴഞ്ഞു വീണ് മരിച്ചു. വെറുതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അവസ്ഥ കൊളസ്ട്രോൾ കൂടിയിട്ട് കുഴഞ്ഞു വീണ് മരിക്കുക. കൊളസ്ട്രോളിന് അങ്ങനെ അരിപ്പീടിയക്കാരൻ ബാച്ചിപ്പീടിയക്കാരനൊന്നുമില്ല, എല്ലാരും കൊണ്ടുപോവുക. നീ പിന്നെ പന്ത് കളിക്കാരനായതുകൊണ്ട് കൊളസ്ട്രോള് വരില്ലല്ലേ? അമ്മ ഭയങ്കര കോമഡി. ഒരു ജാതി മധുരാണല്ലോടാ ഇതിന്. പശുവിന് ഷുഗർ കഴിക്കും. ലോനപ്പെട്ട വേണ്ടട്ടോ. അങ്ങനെയാണ് ആർക്കാ ഉന്നം നോക്കാം. വിളിക്കട്ടെ. കളിക്കണ്ട. ഇന്നെ കൈ വെച്ച ഞാൻ തിരിച്ചു വെക്കും. സഹായിക്കാനാണേ വാ. ലോനപ്പെട്ട ഫാന് ഫിറ്റ് ചെയ്താലോ? കൊളസ്ട്രോൾ ഇല്ലാത്ത ആളല്ലേ, ഒറ്റയ്ക്ക് അങ്ങോട്ട് പെടക്കടാ. അങ്ങനെ. പക്ഷെ നോക്കിയേ, നടക്കണൂല ഓടണൂല. ഹൈ,
കണ്ടിട്ട് കൊറേ നാളായില്ലടാ. ഞാൻ എറണാകുളത്തായിരുന്നു. ആണാ? ആ. എന്തുട്ടാ പരിപാടി? ഞാനീ ഒരു പുതിയ പരസ്യത്തിന്റെ ഒക്കെ വർക്ക് കിട്ടിണ്ടേ. ഇങ്ങ് സത്യത്തിൽ നിനക്ക് എന്താ പരിപാടി? ഞാനീ 2D ആനിമേഷൻ വർക്കല്ല. ബട്ടർഫ്ലൈ വന്ന് പൂവും വരിക. എലയിലും ഇതുകൊണ്ടൊക്കെ വല്ല മെച്ചണ്ടാ? ഇയാളൊരിലൂടെ നെഗറ്റീവാണുള്ള കാലത്ത് തന്നെ അപ്പൻ്റെ ഒരു കൂട്ടുപരി കഴിഞ്ഞുള്ളൂ. വാച്ച് കെട്ടാതെ പോയാ പോരേനോ? മതിയായിരുന്നു. ഏത് കേട്ടുട്ടാ എന്നെ ചെല്ല്. ഞാൻ റിയലിസ്റ്റിക്കാ. അതെ, നിന്റെ അപ്പൻ എന്നടാ ആണ്ടി കമ്പനിന്ന് റിട്ടയർ ആവണേ? അടുത്ത മെയില് ആണ്. ഈ അണ്ടി കമ്പനിലെ കണക്കെഴുത്ത് അത്ര മോശം പരിപാടിയൊന്നും അല്ല. ആ കല്യാണക്കുടിക്ക് പോകാനുള്ള ബസ് വന്നിട്ടോ? ആണ്. ബാക്കി ചായ നീ കുടിച്ചോട്ടാ. അതെ, ഇതിങ്ങനെ ബാൻഡ് സെറ്റ് പോലെ നിർത്തിക്കുട്ടി പോയ എങ്ങനെ എത്തില്ലട്ടാ. കടയില് പണിത്തിരക്കല്ലേ, വെറുതെ ഇട്ടിട്ട് പോരാൻ പറ്റുമോ? പിന്നെ എടാ ഷമീറേ, ആ ഫാനും തന്നെ മാറ്റുള്ളൂട്ടാ. ഓ ബസ് കയറിയപ്പോ ഫാന് പോയത് അറിഞ്ഞ്. സൈമ ഞാൻ സ്ഥലം പിടിച്ചിട്ടായിരുന്നില്ല, ഇപ്പൊ നിക്കണ്ടെന്ന് തന്നെ. ഷർട്ട് ചൂടിഞ്ഞാനേ. കടഞ്ഞിരുന്നൂടെ? മിണ്ടോ നീ മിണ്ടോ മിണ്ടോ? ഇല്ല. ആ കൈയിട്ട് കൈ കെട്ടിയിരിക്ക. പ്രാവശ്യം കല്യാണ കുടിക്കാരെ കാണാൻ ഒരു മെനുണ്ട്. എവിടെന്ന് കണ്ടു പിടിച്ചാണാവോ? മഞ്ഞളിലെ ചെടുത്തിയാരുണ്ടല്ലോ സണ്ണിയെ. 50 പൈസയുടെ കവറും ചെറുനാരങ്ങയും കൊടുത്ത സാധനം കിട്ടി. ഇത് മൂക്കിന്റെ അറ്റത്ത് ചേർത്താ പിടിച്ചോട്ടാ, ഓട്ടോമാറ്റിക്കായിട്ട് സാധനം നിൽക്കും. തോമേട്ടനെവിടെയാ? തോമളപ്പന്റെ കാലമേ ആണി കേറി. നീ എന്തുട്രാ സണ്ണി പറയണേ? അപ്പന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ നീക്കേണ്ട ആളാ. ചാട്ടങ്ങ് പോലെ നടക്കണം. അതിനല്ലേ നമ്മുടെ പൗലോളപ്പുള്ളത്. ഏത് ഈ സാധന ഇങ്ങോട്ട് വന്നടാ. എന്താ ലോനപ്പെട്ട 4 ആള് കൂടുന്നിടത്ത് മേച്ചേരി പിടിക്കാരുടെ വില കളയണ. ലേശം ഞൊണ്ടിട്ടാണെങ്കിലും നീ ആ തോമേളപ്പിനോട് കണ്ട ചങ്കടവിൽ ഒന്ന് നിൽക്കാൻ പറയടാ. ഒന്നും നോക്കാനില്ല. ഒന്നുകൂടി നോക്കട്ടെ. ഒറ്റപ്പെടാന്നല്ല, നീ ചെല്ലി വണ്ടിക്കാരമ കോഴി പോട്ടെട്ടാ. അയ്യോ, ഇതെന്താ വണ്ടി തടയാൻ നിൽക്കണവരോ അതോ സ്വീകരിക്കാൻ നിൽക്കണവരോ? സണ്ണിയെ തോമേളപ്പിന്റെ കാലം ചവിട്ടാന്ന് പറഞ്ഞട്ടാ. ഒരാൾ കൂടി അവിടെ ഇരിക്കല. നീങ്ങ ഒരാളും കിടക്ക്. തിരിഞ്ഞൊണ്ടിയാലെന്താ തോമേളപ്പിനെ കൊടുന്നത് നന്നായില്ലേ? പിന്നല്ലാണ്ട്. വയറ് നിറച്ച് തിന്നടച്ചേക്കാൻ നല്ല പോർക്കർച്ചയാണ്. ടേസ്റ്റ് ഉണ്ട്. എന്തുട്ടാ നോക്കി പടക്കണ? പ്രേമിച്ചു കിട്ടിയതാ. പിന്നെ പള്ളിയിലെ തട്ടലും മുട്ടലൊക്കെ കണ്ടില്ലേ? ആ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നിട്ടില്ലേ? വിക്ടോറിയച്ച് കൊറേ വിഷമിക്കും.